കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ 42 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കാണ് ബഡ്ജറ്റിൽ മുൻഗണന നൽകിയിട്ടുള്ളത്. തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ബഡ്ജറ്റിലുണ്ട്. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ജോബി ജേക്കബാണ് അവതരിപ്പിച്ചത്. 42 കോടി 15 ലക്ഷം രൂപ വരവും 39 കോടി 78 ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ആകെ 2,97,8227 രൂപ മുന്നിരിപ്പും 42 കോടി 15,50,689 രൂപ വരവും 39 കോടി 78,81,989 രൂപ ചെലവും 5 കോടി 33,76,927 രൂപ നീക്കിയിരിപ്പുമാണ് പ്രതീക്ഷിത കണക്കുകൾ. ജനറൽ പർപ്പസ് ഫണ്ട് അടക്കം 5 കോടി 14 ലക്ഷം രൂപ മാത്രമാണ് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് വിഹിതം. 4 കോടി 70 ലക്ഷം രൂപ പദ്ധതി വിഹിതവും 2 കോടി 58 ലക്ഷം രൂപ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റും 42 ലക്ഷം രൂപ ഹെൽത്ത് ഗ്രാൻറ്റും പ്രതീക്ഷിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് 26 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ക്ഷീര കർഷകർക്ക് ഇൻസെന്റീവ് നൽകുന്നതിനും 15 ലക്ഷം രൂപ നീക്കിവെച്ചു. പോത്തുകുട്ടി, മുട്ടക്കോഴി എന്നിവ വിതരണം ചെയ്യാൻ 25 ലക്ഷം രൂപ വകയിരുത്തി. കുടിവെള്ള വിതരണത്തിന് 18 ലക്ഷം രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങൽ എന്നിവ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് 1 കോടി രൂപ വിനിയോഗിക്കും. തെരുവ് നായ ശല്യത്തെ നേരിടുന്നതിനായി സമഗ്ര പദ്ധതി നടപ്പാക്കും. ആദ്യഘട്ടത്തിനായി 6 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സ്റ്റേഡിയത്തിനായി 10 ലക്ഷം രൂപ നീക്കിവെച്ചു. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിനുള്ള സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നതിനായി 15 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. നികുതികളും ഫീസുകളും കൃത്യമായി പിരിച്ചെടുക്കുന്നതിന് പുറമെ മറ്റ് മാർഗങ്ങളും കണ്ടെത്തും. നെല്ലിമറ്റത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് 1.5 കോടി രൂപ നീക്കിവെച്ചിട്ടുള്ളതും തനത് വരുമാന വർധനവ് ലക്ഷ്യമിട്ടാണ്. ക്ഷീരകർഷകർ പാലിൻ വിതരണത്തിന് ഇൻസെന്റീവ് ഇനത്തിൽ 15 ലക്ഷം രൂപയും കാലിത്തീരിന വിതരണത്തിന് 5 ലക്ഷം രൂപയും പോത്തുകുട്ടിയും മുട്ടക്കോഴി വിതരണത്തിന് 25 ലക്ഷത്തിലേറെ രൂപയും പഞ്ചായത്ത് ഫണ്ട് മാത്രം വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ 18 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങൽ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് 1 കോടിയോളം രൂപ പഞ്ചായത്ത് വിഹിതമായി വകയിരുത്തിയിട്ടുണ്ട്. ക്ലീൻ കവളങ്ങാട് അടക്കമുള്ള പദ്ധതികളുടെ തുടർച്ചയായി സമഗ്ര ശുചിത്വ പരിപാടികൾക്കും ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. സർക്കാർ മാനദണ്ഡ പ്രകാരം വയോജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങിയ പ്രത്യേക പരിഗണന വേണ്ട വിഭാഗങ്ങൾക്കും ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. അംഗനവാടികൾ മുഖേന വിവിധ പ്രായക്കാർക്കായി നടപ്പാക്കുന്ന അനുപൂരക പോഷകാഹാര പദ്ധതി പരിപാടിയുടെ പഞ്ചായത്ത് വിഹിതം 13 ലക്ഷത്തോളം രൂപയാണ്. പൊതുജനോപകാരപ്രദമായ പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പ്രസിഡന്റ് ബിന്ദു ജോർജ് പറഞ്ഞു. എല്ലാ മേഖലകൾക്കും അർഹമായ പരിഗണന നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും മറ്റ് മെമ്പർമാരും ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കെടുത്തു. സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗരേഖകളിൽ നിന്നുകൊണ്ട് വിവിധ ഗ്രാൻറ്റുകളും തനത് ഫണ്ടുകളും പരമാവധി പ്രയോജനപ്പെടുത്തി പൊതുജനോപകാരപ്രദമായ പരമാവധി പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഉൽപാദന മേഖലയിൽ നെല്ല്, തെങ്ങ്, പച്ചക്കറി കൃഷി എന്നിവ പരമാവധി ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ളം, ഭവന നിർമ്മാണം തുടങ്ങിയ അനിവാര്യ മേഖലകളിലും കുട്ടികളുടെയും വനിതകളുടെയും ക്ഷേമം, വയോജന ക്ഷേമം എന്നിവയ്ക്കും പരമാവധി ഊന്നൽ നൽകിയിട്ടുണ്ട്. GTV ന്യൂസ്, കവളങ്ങാട്.